تعالى وبركاته. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധന മുതഅല്ലിം സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, മനോഹരമായ വേദിയിലാണ് നമ്മളെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇതുപോലെ നമ്മളെ ജന്നാത്തിനായി ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം ഖുർആൻ എന്ന സന്ദേശം മനുഷ്യർക്കുള്ള മാർഗദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പറഞ്ഞു നിർത്താം. നാഥൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, പ്രപഞ്ചത്തിനെ ഉള്ളുന്ന ഓരോ മതങ്ങൾക്കും അതിന്റെ ആശയാദർശങ്ങൾ വിവരിക്കാനും അതിലേക്ക് ക്ഷണിക്കാനും അവരുടേതായ ഗ്രന്ഥങ്ങളുമുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആനിന് പകരം വെക്കാൻ ഒരു ദർശനത്തിനോ പ്രത്യശാസ്ത്രമായിട്ടില്ല. കാരണം ഖുർആൻ എന്നുള്ളത് ഒരു ദൈവിക ഗ്രന്ഥമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാലത്ത് ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ അന്നത്തെ സാഹിത്യ സാമ്രാട്ടുകളെ മുഴുവനും വെല്ലുവിളിച്ചിട്ടും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനോട് സമാനമായ ആയത്തോ സൂറത്തോ കൊണ്ടുവരാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. ലോകർക്ക് മുഴുവൻ മാർഗദർശിയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ ഇറക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ശൗർ റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ലിന്നാസി വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത അത് സർവ്വതാലികമാണെന്നാണ്. 14 നൂറ്റാണ്ടിന് മുമ്പുള്ള അവസ്വാഹിലേക്ക് മാത്രമല്ല, 21ാം നൂറ്റാണ്ടിലെ ഇൻഫർമേഷൻ മനുഷ്യരിലേക്ക് കൂടിയാണ് ഇതിനേർക്കപ്പെട്ടത്. ആധുനിക പ്രശ്നങ്ങളിൽ ബഹുമൂലികവുമായി ഖുർആൻ സമ്മതിക്കുണ്ടെന്ന്. ആധുനിക പ്രശ്നങ്ങളെ സാമ്പത്തിക മേഖലയിലുള്ളവ, രാഷ്ട്രീയ മേഖലയുള്ളവ, സാമൂഹ്യ മേഖലയുള്ളവ, വിജ്ഞാന മേഖലയുള്ളവ, ഇങ്ങനെ തുടങ്ങി 4 തരം തിരിക്കാം. ഈ 4 ഖുർആൻ സർവാധിപത്യം ചെലുത്തുന്നു. ആധുനിക ലോകം ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് സാമ്പത്തിക മേഖലയിലാണ്. അടുത്തിടെയുണ്ടായ സാമ്പത്തിക മാധ്യമം എന്നത് വസ്തുതയാണ്. ലോകത്തെ കയ്യിലെടുത്ത മാനമാണ് ഏലം മുടക്കിയിലാണ് ലോകം അഹങ്കരിക്കുന്ന ഒട്ടുമിക്ക ഇന്റർനാഷണൽ സ്ഥാപനങ്ങളും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനാവാതെ കൂപ്പുകുത്തുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഖുർആനിക് സാമ്പത്തിക വ്യവസ്ഥയെ, ഖുർആനിക് എക്കണോമിക് സിസ്റ്റം ഒന്ന് അവലോകനം ചെയ്യുന്നതായിരിക്കും. പ്രകൃതിയുടെ മതമായ ദൈവിക മതമായ ഇസ്ലാം തന്നെയാണല്ലോ ശരിയായ സാമ്പത്തിക വ്യവസ്ഥ. ലോകത്തിന് മുന്നിലോ ഉത്തരവാദപ്പെടുത്തും അവകാശപ്പെടുത്തുക. അതിനാലായിരിക്കാം ഖുർആനിലുള്ള പല വസ്തുക്കളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. സ്ഥിരമായ ഓരോ സാമ്പത്തിക വ്യവസ്ഥയ്ക്കായി ആവശ്യമുള്ളവ, അനാവശ്യമുള്ളവ, അത്യാവശ്യമുള്ളവ എന്നിങ്ങനെ പലതരത്തിൽ ഓഹരി ചെലുത്തുന്നുണ്ട്. പലിശ, പൂണ്ടിവെപ്പ്, കൊള്ളുവെപ്പ്, കൊള്ളലാഭം തോർത്ത് എന്നിവ സാമ്പത്തിക മേഖലയിൽ അനാവശ്യമായ ഖുർആൻ കണ്ടുവരുന്നു. എന്ന് മാത്രമല്ല, ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ഇവയൊന്നുമില്ലാത്ത സാമ്പത്തിക വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പലിശയാണ് ഇന്നത്തെ ആഗോള പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധന്മാർ വിലയിരുത്തുന്നത്. പൂത്തിവെപ്പിലൂടെയാണ് ലോക മാർക്കറ്റിൽ പ്രൊഡക്റ്റുകൾക്ക് കൃത്രിമ ഡിമാൻഡ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഉൽപാദനത്തിനുള്ള ലാഭം ലക്ഷ്യമിടുന്നു. അതെല്ലാം ബാധിക്കുന്നത് ഉപഭോക്താവിനെയാണ്. പൈസക്ക് വാങ്ങേണ്ട വസ്തുവകകൾ ഇരട്ടിയും രണ്ടിരട്ടിയും വില കൊടുത്താണ് ഉപഭോക്താവ് വാങ്ങാൻ നിർബന്ധിതയാകുന്നത്. ഓരോ പൗരന് ലഭിക്കേണ്ട അവകാശങ്ങൾ പലപ്പോഴും അഴിമതിയിൽ തട്ടിയില്ലാതെയാകുന്നു. സമൂഹത്തിലെ സമ്പന്നവന്റെ സമ്പത്ത് മുഴുവനും ആഡംബരത്തിനും ദോഷത്തിനും വേണ്ടി ചെലവഴിക്കുമ്പോൾ ശരിയായ സാമ്പത്തിക മുഖം നഷ്ടപ്പെടുകയാണ്. പലിശയും കൊള്ളയും കൊള്ളലാഭവും അഴിമതിയും ദോർത്തുമാണ് നിലവിലുള്ള സാമ്പത്തിക ക്രമങ്ങളെ തകർത്തെറിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. വാഹുദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു അക്ബർ.